ഇപ്പോൾ നമ്മുടെ രാജ്യം വലിയ ജാഗ്രതയോടെയാണ് കടന്നു പോകുന്നത്. അതിനിടയിലാണ് നേപ്പാളിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നു വന്ന 4 ചൈനീസ് പൗരന്മാരെ പിടികൂടിയിരിക്കുന്നത്. അതെന്തായിരിക്കും? ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണോ ചൈനീസ് പൗരന്മാർ ബീഹാറിൽ വെച്ച് പിടികൂടി എന്ന വാർത്ത? പാകിസ്ഥാനിൽ വെച്ച് ഇവർ പാകിസ്ഥാനിലേക്ക് കടന്നെങ്കിലേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലേക്ക് കടന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന അങ്ങനെ നുഴഞ്ഞുകയറ്റം ഇപ്പോൾ നടത്താറില്ല. പണ്ട് നടത്തിയിരുന്നു. മാവോ സെത്തൂങ്ങിൻ്റെ കാലത്ത് മാവോവാദം വളർത്താനും ഒക്കെ അവർക്ക് പരിശീലനം നൽകാനും ഒക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ നിന്നെല്ലാം പാടെ പിന്തിരിഞ്ഞിരിക്കുക. അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് അവകാശവാദം അരുണാചൽ പ്രദേശിന് വേണ്ടി ലൈക്ക് വേണ്ടിയൊക്കെ ഉന്നയിക്കാറുണ്ട്. അവരുടെ സൈന്യം അങ്ങോട്ടൊക്കെ കുറച്ച് അടുത്ത് അവരുടെ സ്ഥലമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം അത് നോമാൻസ് ലാൻഡാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്കും അവകാശപ്പെടാം, നമുക്കും അവകാശപ്പെടാം. തർക്കഭൂമി തന്നെയായിട്ട് തുടരുന്ന പ്രദേശങ്ങളാണ്. നമ്മുടെ സൈന്യം അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നിടത്ത് തന്നെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അവരുടെ സൈന്യം അവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ്. ഇവർ തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ട് ചർച്ചകളിലൂടെ സമാധാനപരമായിട്ട് ഒരു തോക്കുപോലും ഉപയോഗിക്കാതെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് അവരെടുക്കുന്ന നയമല്ല ഐക്യരാഷ്ട്രസഭയില്ല, സെക്യൂരിറ്റി കൗൺസിലും പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത്. അതിലും സാമ്പത്തിക താല്പര്യം. പാകിസ്ഥാനിൽ നിന്ന് അവർക്ക് പണം കിട്ടാനുണ്ട്. അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ അതുകൂടാതെ ബലൂചിസ്ഥാനിലുള്ള ധാതു സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ള പരിപാടി, ഇങ്ങനെയുള്ള സാമ്പത്തിക താല്പര്യങ്ങളാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ആയുധ സഹായം ഇതുവരെ നേരത്തെ പാകിസ്ഥാൻ വാങ്ങിച്ചിട്ടുള്ളതല്ലാതെ വേറൊരു ആയുധവും ഇപ്പോൾ പുതുതായിട്ടൊന്നും കൊടുക്കുകയോ ടർക്കിയെ പോലെ അവർക്ക് വേണ്ടി സംസാരിക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ അവർ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഖേദകരമായി പോയി എന്നൊരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. അപലപനീയമെന്നോ അത് പിന്നെ എസ്കലേറ്ററി എന്നോ ഒരു വാക്കും അവർ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ അപലപിച്ചൊരു വാക്ക് അവർ സംസാരിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് പുതുതായിട്ട് ഒരു വാക്ക് പോലും ഇപ്പോൾ ചൈന അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. പ്രതിഷേധാർഹം എന്നൊക്കെ പറഞ്ഞവർക്ക് രംഗത്ത് വരായിരുന്നു. കാരണം അവരുടെ ഒറ്റ മിത്രമാണ്. സോവിയറ്റ് റഷ്യ പറഞ്ഞ പോലെ ഈ ചൈനയുടെ ആയുധങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിരന്തരം ഉപയോഗിക്കുന്നത്. അതെല്ലാം ഇന്ത്യ അടിച്ചു നിരപ്പാക്കുന്നുമുണ്ട്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മിണ്ടായിരിക്കുക. അപ്പോൾ തങ്ങളുടെ ആയുധങ്ങളുടെ ശേഷി എത്രയേ ഉള്ളൂ എന്ന് അവർ ചൈനക്കാരും തിരിച്ചറിഞ്ഞു, പാകിസ്ഥാൻകാരും തിരിച്ചറിഞ്ഞു. അപ്പോൾ അതേസമയം സോവിയറ്റ് യൂണിയൻ ചൈനയുടെ കൂട്ടാളിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ. ആ സോവിയറ്റ് യൂണിയൻ പറഞ്ഞത് നിങ്ങൾ തച്ചുടച്ചോളൂ, തകർത്തോളൂ തീവ്രവാദി ക്യാമ്പുകൾ, ഞങ്ങൾ പിന്നിലുണ്ട്. ഇസ്രായേൽ പറഞ്ഞതിനേക്കാൾ ശക്തമായിട്ടാണ് സോവിയറ്റ് യൂണിയനും വ്ളാദിമിർ പുടിനും റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനൊരു വാക്ക് പോലും ചൈനയ്ക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ അനുകൂലമായിട്ടുണ്ടായിട്ടില്ല ചൈനയിൽ നിന്ന്. അതേസമയം നമ്മൾ അത്ര അടുപ്പമുള്ള ആൾക്കാരല്ലാതിരുന്നിട്ടും യുക്രൈനും ആയിട്ടും റഷ്യയുമായിട്ടും നമ്മൾ സമദൂരം പാലിച്ചിട്ടും സോവിയറ്റ് യൂണിയൻ അത്തരത്തിലൊരു പ്രോത്സാഹനം ഇന്ത്യക്ക് നൽകുകയും ചെയ്തു. പകരക്കാരുമില്ല. ടർക്കി മാത്രം. ടർക്കി കൊച്ചു രാജ്യം, ആരും വകവെക്കാത്ത രാജ്യം. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയിലേക്ക് ആളുകളെ അയക്കേണ്ട കാര്യമൊന്നും തന്നെയല്ല. ഈ ആൾക്കാർ 4 പൗരന്മാർ എന്തുകൊണ്ടായിരിക്കും ഈ ബീഹാറിലെത്തിയത്? ഊഹിക്കാവുന്ന 4 നേപ്പാളിൽ നിന്നുള്ള വനിതാ ഗൈഡുകളുടെ സഹായത്തോടു കൂടിയാണ് എത്തിയത്. ഈ വനിതാ ഗൈഡുകൾക്ക് ശരിക്കും ഈ അതിർത്തിയൊന്നും അറിയണമെന്നില്ല. അവിടെ എങ്കിലും പട്ടാള കാവലൊന്നുമില്ല. അവർ നേരെ ഇങ്ങനെ കടന്നു പോകുന്നു. അതിർത്തി വിട്ടിങ്ങി പോകുന്നതായിരിക്കാനും വഴി തെറ്റിച്ചതായിരിക്കാനും സാധ്യതയുള്ളൂ. ഒരു പക്ഷേ ഇന്ത്യയിൽ ഉള്ള ബുദ്ധൻ്റെ ഏതെങ്കിലും ഒരു സ്മാരകം ലംബിനി കപിലവസ്തുവിലോ ഒക്കെയുള്ള ആ സ്ഥലം കാണിച്ചു കൊടുക്കാനും, നമ്മുടെ ഗയയിലുണ്ടല്ലോ, ഗയ ഇന്ത്യയിലാണല്ലോ, ആ കൂട്ടത്തിൽ ഗയയും കൂടി കാണിച്ചു കൊടുക്കാനും വേണ്ടി വന്ന ഒരു വരവായിരിക്കാനാണ് സാധ്യത കാണുന്നത്. കാരണം ബുദ്ധമതക്കാർ ധാരാളമുള്ള രാജ്യമാണല്ലോ ചൈന. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചൈനീസ് പൗരന്മാർ ഡെൻ വിസിയോൺ, ലിങ് യുങ്ഹ്വി, ഹി ക്വിൻ ഖാൻസൻ, ഹുവാഗ് എന്നിവരാണ്. ചൈനയിൽ ആകപ്പാടെ കുറച്ച് പേരുകളേ ഉള്ളൂ. ആ കുറച്ച് പേരുകൾ മാത്രമാണ് അവിടുത്തെ ഈ 140 അടുത്ത് വരുന്ന കോടി ജനങ്ങൾക്കും ഇടാറുള്ളത്. അപ്പോൾ പേരുകളെല്ലാം ഒരുപോലൊക്കെ ഇരിക്കും. ബീഹാറിലേക്കാണ് ഇവരെ കടക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഞാൻ യോഗ്യത. ഗയ ബീഹാറിലാണ്. അപ്പോൾ ബുദ്ധമത റൂട്ടിൽ കൂടി ഇങ്ങനെ വന്നു കാണും. രാജ്യത്തിൻ്റെ അതിർത്തി അവർ മാനിച്ച് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വനിതാ ഗൈഡുകളാണ് ഒപ്പം ഉണ്ടായിരുന്നത്. ഗൈഡുകൾ വഴി കാണിക്കാനുള്ള ഗൈഡുകൾക്ക് തെറ്റിപ്പോയിട്ടോ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് പട്ടാളമൊന്നുമില്ലല്ലോ, നമുക്ക് അവിടം വരെ പോകാമെന്ന് പറഞ്ഞ് ചൈനക്കാർ പണം കൊടുത്തു. പക്ഷെ നിലവിലെ ഈ ഇന്ത്യ വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായതുകൊണ്ടായിരിക്കും അവരെ കൂടുതൽ പരിശോധിക്കുന്നതല്ലേ?
പക്ഷേ നമ്മൾ ജാഗ്രത പുലർത്തണം, ഏത് കാര്യത്തിലും നമ്മൾ ജാഗ്രത പുലർത്തണം. പക്ഷേ പാകിസ്ഥാൻകാരല്ലാത്തടത്തോളം കാര്യം ഇവർ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, വനിതാ ഗൈഡുകളാണ് കൂടെ വന്നിട്ടുള്ളത്. നേപ്പാൾ ഇന്ത്യയോട് അങ്ങനെ ഒരു ശത്രുത പുലർത്തുന്ന ഒരു രാജ്യമൊന്നുമല്ല, അയൽ രാജ്യമാണ്. നയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇടയ്ക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ ഗയയിലേക്ക് പോകുന്ന വഴി ബീഹാറിലാണല്ലോ ഗയ, അങ്ങനെ വന്നിരിക്കാനേ സാധ്യതയുള്ളൂ. ഇതിൻ്റെ കാരണങ്ങളൊന്നും നമുക്ക് വാർത്തയിൽ നിന്ന് സ്പഷ്ടമല്ല, ചോദ്യം ചെയ്യലുണ്ടാവും, അതിലൂടെ വെളിപ്പെടും. തെറ്റിയൊരബദ്ധം നമ്മുടെ ഇന്ത്യയുടെ ഒരു BS ജവാൻ അബദ്ധത്തിൽ പാകിസ്ഥാനിലേക്ക് പോയില്ലേ, അതുപോലെ പറ്റിയൊരു അബദ്ധമാവാനേ സാധ്യതയുള്ളൂ. പക്ഷേ യുദ്ധ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ചോദ്യം ചെയ്യൽ കർശനമായി തന്നെ നടത്തണം. ചൈനയാണെങ്കിലും ഇങ്ങനെ തന്നെ ചോദ്യം ചെയ്യും, തീർച്ചയായും ചോദ്യം ചെയ്യണം. ചൈനീസ് ഗവൺമെൻറ് ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിൽ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. കാരണം പറ്റിയത് അബദ്ധമാണെന്ന് ചൈന ഗവൺമെൻറ് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അവർ ഗ്യാരണ്ടി നൽകി കഴിഞ്ഞാലും. കാരണം ചൈനയുമായിട്ടൊരു ശത്രുതയിലല്ലിപ്പോൾ ഇന്ത്യ ഉള്ളത്. അല്ല, ഈ വിഷയത്തിൽ നിന്നും നാം പ്രശ്നം ഉണ്ടാവുക ആയുധങ്ങൾ എന്തെങ്കിലും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ രഹസ്യ സ്ഥാപനങ്ങളെക്കുറിച്ച്, രഹസ്യം കാത്തു സൂക്ഷിക്കേണ്ട സ്ഥാപനങ്ങളുടെ ഫോട്ടോകളോ ഫയൽസോ വല്ലതും ഇവർ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് സംശയം ഉണ്ടാവുക. അതില്ലാത്തടത്തോളം കാലം ഇങ്ങനെ അതിർത്തി തെറ്റി വരുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. കാരണം അതിർത്തിക്ക് പ്രത്യേകിച്ച് ഇങ്ങനൊരു അതിർത്തി രേഖ നമ്മൾ സങ്കല്പത്തിലുള്ളതാണ്, പലപ്പോഴും അതിർത്തിയിലുള്ളത് സങ്കല്പത്തിലുള്ള അതിർത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തെറ്റ് പറ്റിപ്പോവാൻ ഇടയുണ്ട്. ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് വരുന്ന അങ്ങനെ തെറ്റുപറ്റിയല്ല, അവർ തെറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നു, അത് വേറൊരു കാര്യമാണ്. ഇത് അബദ്ധം ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറ്റിയതാവാനേ ഇടയുള്ളൂ. അല്ലെങ്കിൽ വനിതാ ഗൈഡുകൾ വരില്ല, ഭീകരവാദികൾ മാത്രമേ വരൂ. അപ്പോൾ ആ തരത്തിലൊന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈനയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോഴും ചൈന പലതവണ ഇന്ത്യയെ ചതിച്ചിട്ടുണ്ട്, അത് നാം മറക്കാൻ പാടില്ലല്ലോ. നെഹ്റുവിൻ്റെ കാലത്ത്, അത് ഞാൻ പറഞ്ഞു, അതിന് ശേഷമുള്ള കാലത്ത് പല മാവോ സേതൂങ്ങിൻ്റെ കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണല്ലോ നെഹ്റുവുമായിട്ടുള്ള ചൗവൻലായിയുടെ സന്ദർശനവും പഞ്ചശീല തത്വങ്ങളും. ഭയങ്കര ചതിയല്ലേ നെഹ്റുവിനെ ചെയ്തത്. അത് പിന്തുടർന്നിട്ട് നേരെ കയറി അറ്റാക്ക് ചെയ്തു അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ളപ്പോൾ. അല്ലേ, ഈ കൊറോണ കാലത്ത് പോലും, കൊറോണ കാലത്ത് ലോകത്തെ മുഴുവൻ ചതിച്ചു. അവർക്ക് നാണക്കേട് കൊണ്ട് മറച്ചു പിടിക്കേണ്ടി വന്നു, അവിടെ നിന്നാണ് അണു വന്നതെന്ന് നാണക്കേട് കൊണ്ട്. അല്ല, ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ഈ ചൈനയിൽ നിന്നുള്ള പട്ടാളക്കാർ ഇന്ത്യയിലേക്ക് വന്നത്. അത് അതിർത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. ചൈന ഇന്ത്യയിലേക്ക് രോഗം കടത്തിവിടാൻ വേണ്ടിയിട്ട് അവർക്ക് വേറെ മാർഗ്ഗങ്ങളുണ്ടല്ലോ. അങ്ങനെയല്ല, പട്ടാളക്കാരെ കൂടി കൊല്ലേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു യുക്തിരഹിതമായിട്ടുള്ള തീരുമാനം അവർ എടുക്കുകയില്ല. ഇന്ത്യയിലേക്ക് വേണമെങ്കിൽ വേറെല്ലാം എത്ര കോടി രൂപയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത്, അതിൽ കൂടി കടത്തി വിട്ടുകൂടെ? ഈ സാധനങ്ങൾ ആ ഉൽപ്പന്നങ്ങളിൽ കൂടി കടത്തിവിടാം, നമ്മൾ കാണാതെ തന്നെ കടത്തിവിടാൻ പറ്റും. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചൈന. നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ജാഗ്രതയോടെ കടന്നു പോകേണ്ട ഒരു സമയമാണല്ലോ. പാകിസ്ഥാൻ അതിർത്തിയായാലും ബംഗ്ലാദേശ് ആയാലും ചൈന. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെ നമ്മൾ ചൈനയേക്കാൾ സൂക്ഷിക്കേണ്ടത് ബംഗ്ലാദേശിനെയാണ്. ഇപ്പം കാണാതെ പോയ, ഒളിവിൽ പോയ ഈ പട്ടാള ജനറലുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? ആസിഫ് മുനീർ എന്ന് പറയുന്ന തീവ്രവാദി പറഞ്ഞത് എന്തായിരുന്നു? ഞങ്ങൾ ഇവിടെ യുദ്ധം നടത്തുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ബംഗാൾ, ബീഹാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒക്കെ പിടിച്ചടക്കണം. ആ സ്ഥലം കൂടെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ മുഴുവൻ രണ്ടുപേർക്കും കൂടെ പങ്കിട്ടെടുക്കാവും എന്നും പറഞ്ഞിരുന്ന ആളിനെ ഇപ്പോൾ കാണാതായത്. പെട്ടെന്ന് ഇനി ബംഗ്ലാദേശിലേക്ക് പോയതാണോ എന്ന് അറിയില്ല, അവിടെ യുദ്ധമുഖം തുറക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ചൈനക്കാരെ നമുക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ വിശ്വസിക്കാം എന്നാണ്. അല്ല, അങ്ങനെ ബംഗ്ലാദേശ് ഇങ്ങോട്ട് നോക്കാൻ പോലും മടിക്കുമല്ലോ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആക്രമണങ്ങൾ കണ്ട്. അതെ. പക്ഷേ ബോധമില്ലാത്ത ജനതയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല. പിന്നെയും നമുക്ക് നമ്മൾ മതദേഹങ്ങളായതുകൊണ്ട് നമുക്കൊരു പരിക്കും പറ്റുകയില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി വേണമെങ്കിൽ കടന്നു വരാം, ആക്രമിക്കാം. അതാണല്ലോ, ബോധമുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ബോധരാഹിത്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ ഇതെല്ലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.